ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സുനില രാകേഷ്. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതെന്താണെന്ന് എൻ്റെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. എന്നാലും ഞാനൊന്ന് പറയാണ്. ഇത് നമ്മുടെ നോർമൽ പൊരിയുടെ നമ്മുടെ അരിയുടെ പൊരിയില്ലേ ഇത് എന്താണെന്ന് മനസ്സിലായ? ഇത് കണ്ടിട്ടുണ്ടോ? ഇതും ഒരു തരം പൊരിയാണ്. നമ്മുടെ പുല്ലിൻ്റെ പൊരിയില്ലേ, പുല്ലൊക്കെ കണ്ടിട്ടില്ലേ, അതിൻ്റെ പൊരിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ 2 തരം പൊരി കിട്ടും. അപ്പോൾ നോർമലി നമ്മുടെ സാധാരണ പൊരി കൊണ്ട് ഇവിടെ വറുത്ത് വയ്ക്കാറുണ്ട്. ഇവിടെ വാഗാറയിലെ മമ്മറ എന്നാണ് പറയുക, പൊരിനെ മമ്മറ എന്നാണ് ഇവിടെ പറയുക. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് ഞാനൊന്ന് ഫ്രൈ ആക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. കാരണം രാകേഷേട്ടനും ഉണ്ണിക്കുട്ടനൊക്കെ ടിഫിൻ കൊണ്ടുപോകുമ്പോൾ ഒരു ചെറിയ ഡബ്ബയിൽ വേറെ എന്തെങ്കിലും ഒന്ന് കുറിക്കാനായിട്ട് കൊണ്ടുപോകണ്ട. അപ്പോൾ നമ്മൾ പപ്പടമൊക്കെ കഴിക്കുന്ന പോലെ. അപ്പോൾ ചിലപ്പോൾ എന്താ പറയുക, നമ്മുടെ മിച്ചറ അല്ലെങ്കിൽ മുറുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാറ് കേട്ടോ, സൈഡ് ഡിഷായിട്ട്. അപ്പോൾ അവർക്ക് ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ചൊന്നും ഉണ്ടാക്കിയിട്ട് പിന്നെ ഞങ്ങൾ പോകുമ്പോൾ മൂത്ത ആൾ തന്നെയൊക്കെയാവും ഓടി. അപ്പോൾ അവന് വേണ്ടിയിട്ട് കുറച്ചും കൂടി ഉണ്ടാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മമ്മറ ഒന്ന് എങ്ങനെ ഫ്രൈ ആക്കാമെന്ന് നോക്കാം. ഞാൻ ഇന്ന് ചെയ്യുന്നത് നോർമൽ ഫ്രൈ ആണ് കേട്ടോ. ഇതിൽ കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് വെറൈറ്റി ആക്കി എടുക്കാം കേട്ടോ. ഇവിടുത്തെ സേവ് കിട്ടും, അത് ആഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ചോളത്തിൻ്റെ അത് കിട്ടും, അത് വറുത്ത് അതൊക്കെ മിക്സ് ചെയ്യുക. ഇന്നിപ്പോൾ ഞാൻ നോർമൽ സാധാ മമ്മറ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതിലൊരു മുട്ടൻ ചീഞ്ചട്ടി ഉണ്ട് കേട്ടോ, അതിലാണ് ഇത് വറക്കാനായിട്ട് പോണത്. അപ്പോൾ ചട്ടി വെച്ചു. അതിൽ ഞാൻ എണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാൻ പോവാണേ. ചട്ടി ചൂടായി വന്നപ്പോൾ ഞാൻ കടുക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കടുക് പൊട്ടി തുടങ്ങിയിട്ടാ. കടുക് പൊട്ടി തുടങ്ങുമ്പോഴേ ഇവിടെയുള്ള ഒരു സവോള ചേർക്കാട്ടെ. എൻ്റെ കയ്യിൽ നമ്മുടെ നാട്ടിലെ ചുവന്നുള്ളി ചെറുതുണ്ട്. അപ്പോൾ ഞാനത് കുറച്ച് വെളുത്തുള്ളി, വേപ്പല, പച്ചമുളക് ഇത് ചേർത്ത് കൊടുക്കും കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടി തുടങ്ങി. എന്നിട്ട് ഞാൻ ഇത് ചേർക്കാണ് കേട്ടോ. എന്നും പറയുന്നത് പോലെ ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ പൊരിയിൽ, നമ്മുടെ നാട്ടിലെ പൊരിയിലെ പോലെ ഉപ്പുണ്ടാവില്ല കേട്ടോ. അത് കാരണം നമുക്ക് ഉപ്പ് എത്ര ചേർത്ത് കൊടുത്താലും കൂടില്ല. പിന്നെ നമ്മുടെ പാകത്തിനനുസരിച്ച് ഇതാക്കാൻ ഞാൻ 1 സ്പൂൺ ചേർത്തുള്ളൂ കേട്ടോ. ഇതുപോലെ പുളിയമ്പൻ്റെ നിറാവുമ്പോൾ മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, മുളക് പൊടി ഇവിടെ ഇത് അത്യാവശ്യം ഇഷ്ടമായ കാരണം 2 സ്പൂൺ ഇട്ടു. ചതമുളക് പോലത്തെ ആയ കാരണം വലിയ എരിവില്ല കേട്ടോ. അതിനൊന്ന് ഇളക്കാം. ഞാൻ മമ്മറ ഫ്രൈ ചെയ്യുമ്പോഴേ കുറച്ച് കപ്പലണ്ടി വറുത്ത് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കപ്പലണ്ടി 1 കിലോ വാങ്ങിയത് അങ്ങനെ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നാട്ടിലൊക്കെ പോയി വരുമ്പോഴേക്കും ഈ സംഭവം കേടായി പോകും. അപ്പോൾ ഞാൻ വിചാരിച്ചതൊന്ന് വറുത്ത് ആഡ് ചെയ്താൽ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കില്ല എന്ന്. അപ്പോൾ നമുക്കിനി മമ്മറ വറക്കാൻ പോവാം. ഒരു സൈഡിൽ കപ്പലണ്ടിയും വറുത്തെടുക്കാം കേട്ടോ. കപ്പലണ്ടി ചട്ടി ചൂടായപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തുട്ടാ. ഇനി ഇതൊന്ന് വറുത്തെടുത്തതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. കപ്പലണ്ടിയുടെ വറവൊക്കെ ഒരുവിധം ശരിയായി തുടങ്ങിയിട്ട് വെക്കണ്ട, ചെറുതായി പൊട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കണ്ടല്ലോ. അപ്പോൾ ഇനി ഗ്യാസ് ഓഫാക്കിയിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കണം നമുക്ക്. എൻ്റെ വറുത്ത് ഒരുവിധം തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിന് കുറച്ചും കൂടി കളയാനുണ്ട്. ഞാൻ വീഡിയോ കൊടുക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു തന്നുള്ളൂ. കപ്പലണ്ടി ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം വേഗം ആയിട്ടാ. 10 മിനിറ്റിൻ്റെ കാര്യമുള്ള കണ്ടത്, ഒന്ന് വാടിക്കിട്ടേണ്ട ഒരു താമസമുള്ളൂ കേട്ടോ. ഇനി ആദ്യം ഞാൻ ഇട്ട് കൊടുത്തത് നമ്മുടെ പുല്ലിൻ്റെ മമ്മറയാണ് കേട്ടോ. നല്ല രീതിയിൽ അടി തട്ടിച്ച് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇളക്കല്ല അവിടുത്തെ അതിൻ്റെ. ഇനി നമുക്ക് മറ്റേ മമ്മറ ഇട്ട് കൊടുക്കാം, നമ്മുടെ നോർമൽ അരിയുടെ മമ്മറ. അങ്ങനെ ഫൈനലി നമ്മുടെ മമ്മറ റെഡിയായി. ഈ വീഡിയോ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എൻ്റെ യൂട്യൂബിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്ത് അവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഇതുവരെയ്ക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. കണ്ട എന്തോരം ഉണ്ടാക്കി വെച്ചിട്ടുള്ളതെന്ന് എനിക്കിനി കുറേ ദിവസത്തേക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് നാട്ടിൽ പോണേലും മുന്നേ ഉണ്ടാക്കേണ്ടി വരില്ല, കാരണം കുറേ അതിൻ്റെ മോന് വേണ്ടി എടുത്ത് വയ്ക്കാനായിട്ടേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് once again. Bye. Have a nice day.